എന്താടി നിനക്ക് പറയാനുള്ളത്? പറയാം. അല്ല, നീ അറിഞ്ഞായിരുന്നാ? നീ വരുന്നതിന് തൊട്ടു മുമ്പേ സരസ്വതി മാഡം ഇവിടെ വന്നിരുന്നു. നമ്മളെ കാണാൻ വന്നതാ. പത്മാവതി മേഡത്തിന്റെ അമ്മയോ? ആ. അവരെന്തിനാ വന്നേ? അവരിന്നലെ മുതൽ വർമ്മ സാറിന്റെ വീട്ടിലുണ്ട്. രാജുവിനോട് പറഞ്ഞിരുന്നു. അവരെന്തിനാ വേണുവേട്ട ഇങ്ങോട്ട് വന്നേ? അല്ല, അത് ഇവളോടിപ്പോ ഇത് പറയണോ? പറഞ്ഞ പറയാം, പക്ഷെ ഇപ്പൊ വേണ്ട. എന്താ വേണുവേട്ടനെ ആലോചിക്കുന്നേ? ആലോചിക്കണോ? ഞാനെന്താ ആലോചിച്ചു? സരസ്വതി മേഡം വന്നത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. അതെ, അതെന്ത് പ്രശ്നമുണ്ടായാലും രാജുവിനോട് വർമ്മ സാറിന്റെ അവിടുത്തെ ജോലി കളയരുതെന്ന് പറയാനാ വന്നത്. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇവളോട് ഒരു കള്ളം പറയുന്നത്. ആ, അത് പറയാനാണോ മേഡം ഇങ്ങോട്ട് വന്നത്? അതെ. അല്ല, നിനക്കെന്തോ എന്നോട് പറയാനെന്ന് പറഞ്ഞത്? പറയാനുണ്ട്, പറയാം. വേണുവേട്ടനോട് ആലോചിക്കാതെ ഞാൻ അവർക്ക് വാക്കു കൊടുത്തു. രുക്മിണിക്ക് വാക്കു കൊടുത്തത് പറയണോ? ഇപ്പൊ വേണ്ട. എന്താടി നിനക്ക് വല്ലാത്തൊരു ടെൻഷൻ? ഏയ്, ഒന്നുമില്ല. എന്താ നിനക്ക് പറയാനുള്ളത്? നീ അത് പറ. വേണുവേട്ടനോട് പറയാതെ ഞാനൊരു കള്ളത്തരം ചെയ്തു. നിന്നോട് ആലോചിക്കാതെ ഞാനും ചെയ്തു ഒരു തെറ്റ്. ഞാനിന്നലെ ശ്രീലക്ഷ്മിയും ഹരീഷിനെയും കാണാൻ പോയിരുന്നു. എന്നിട്ട് പറയാം. ഞാൻ പോയത് എവിടേക്കാണെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്റെ മോൾക്ക്? അത് സൂര്യമംഗലത്തേക്കായിരിക്കും. സൂര്യമംഗലത്തെ കാര്യങ്ങൾക്കൊന്നല്ല അമ്മമ്മ എവിടേക്ക് വന്നത്. അതൊക്കെ നോക്കാൻ വേറെ ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അമ്മമ്മയ്ക്ക് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വലിയ കാര്യങ്ങളോ? അതെന്താ? അതൊക്കെ ഉണ്ട്. ഇനി എന്റെ ഋതുമോളുടെ കാര്യ അമ്മമ്മയ്ക്ക് പ്രധാനം. ഇതൊക്കെയാ അമ്മമ്മയുടെ സ്വപ്നം. ഇവരിത് എന്തൊക്കെയാ പറയുന്നേ? ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് തുടക്കം കുറിക്കാനാ ഈ അമ്മമ്മ ഇന്ന് പോയിരുന്നേ. മനസ്സിലായോ? മുഴുവനായിട്ടും അങ്ങോട്ട് മനസ്സിലായില്ല. മുഴുവനായിട്ട് ഇപ്പോഴറിയണ്ട. അതൊക്കെ വഴി അങ്ങ് മനസ്സിലാക്കിയാ മതി. ഇത്ര നാളും എന്റെ അമ്മമ്മ എവിടെയായിരുന്നു? എന്റെ പൊന്നമ്മമ്മ. മോള് വാ. എന്തൊക്കെയോ ഗൂഢാലോചനകളാ. ഈ കിളവി എവിടുന്ന് പുറത്തണം. എന്റെ മക്കളെ, അച്ഛനെ അറിഞ്ഞില്ല. അമ്മ പറഞ്ഞപ്പോഴാ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിയണത്. അല്ല, വേദനയുണ്ടോ എപ്പോഴും മോനെ? വേദനയൊക്കെ കുറഞ്ഞു മകളെ. ചെറിയൊരു ചതവേ ഉള്ളൂ, സാരില്ല. എന്നാലും ആക്സിഡന്റ് ഉണ്ടായ കാര്യം ഞങ്ങളോടൊന്ന് വിളിച്ചു പറയാതിരുന്നു മോശമായി. ഹരി, ഞങ്ങള് നിങ്ങളുടെ മാതാപിതാക്കളല്ലേ?
നിങ്ങളാരെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞങ്ങളെ. ആ, ഇതൊക്കെ ഒരു വിഷമാണോടാ. ഇത് അറിയാതിരിക്കുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവാ. പിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ മക്കളൊന്നുമില്ലല്ലോ നിങ്ങള്. എന്നാ പിന്നെ അമ്മ വന്നപ്പോ അവളുടെ കൂടെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വരായിരുന്നില്ലേ? അങ്കിളെ, രമേച്ചി ഏത് നേരവും കയറി ഇറങ്ങുന്ന വീടാ അത്. ഞങ്ങളവിടെ വരുമ്പോ രമേച്ചി അറിയും, പിന്നെ അത് അമ്മ അറിയും, അമ്മ അത് അമ്മാവനെ അറിയിക്കും. അവരോടൊന്നും വഴക്കിടാൻ ഇനി എനിക്ക് വയ്യ. അല്ല, അവിടെ വന്നു നിന്ന ശ്രീലക്ഷ്മി കോളേജിൽ പോയിരുന്നില്ലേ? ഇതിപ്പോ പഠിത്തം മുടങ്ങിയില്ലേ? അതെ, ആ ഒരു ടെൻഷൻ എനിക്കുള്ളൂ. ശ്രീലക്ഷ്മി കോളേജിൽ പോയിട്ട് പോ ഒരാഴ്ചയായി. എന്നാ നമുക്ക് പോവാം മോനെ, നിങ്ങൾ എന്റെ കൂടെ വാ. അങ്കിള് ഇപ്പൊ പൊയ്ക്കോ, ഞാനും ഇവളും കൂടി ഇടയ്ക്കൊരു ദിവസം വരാം. അങ്കിള് തെറ്റിദ്ധരിക്കണ്ട, നിങ്ങളോട് ആരോടും എനിക്കൊരു പിണക്കം ഉണ്ടായിട്ടില്ല. ചിലരുടെ മുമ്പിൽ തോക്കാൻ മനസ്സ് വരുന്നില്ല, അത്രേ ഉള്ളൂ. ഇതൊന്നും ഒരു തോൽവിയല്ല, ജീവിതമല്ലേ, വിഷമിക്കണ്ട. ഒരു കുന്നിന് ഒരു കുഴിയുണ്ടാവും, അതുപോലെയാണ് ജീവിതം. അനുഭവിക്കേണ്ടതല്ല അനുഭവിച്ചേ പറ്റൂ.